ചാനൽ ചർച്ചയിലെ പരാമർശത്തിൽ CPM നേതാവ് PK ശ്രീമതിയോട് ഖേദം പ്രകടിപ്പിച്ചത് അവർ കരഞ്ഞു പറഞ്ഞതുകൊണ്ടാണ് എന്നാണ് BJP നേതാവ് B ഗോപാലകൃഷ്ണന്റെ പ്രതികരണം. PK ശ്രീമതി കരഞ്ഞു പറഞ്ഞതുകൊണ്ടാണ് ഖേദം പ്രകടിപ്പിച്ചത്. ഇന്നലെ ഖേദം പ്രകടിപ്പിച്ചിരുന്നു B ഗോപാലകൃഷ്ണൻ. അപ്പൊ അതിൽ അദ്ദേഹത്തിന്റെ വിശദീകരണമാണ് വന്നിരിക്കുന്നത്. തന്റെ ഔദാര്യമാണ് ഖേദപ്രകടനമെന്നും B ഗോപാലകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. അപ്പൊ ആ വിഷയം ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയായിരുന്നു. അത് അവസാനിപ്പിച്ചത് വീണ്ടും തുടങ്ങുകയാണെന്നാണ് തോന്നുന്നത്. അപ്പോ സൂരജ് സജിയാണ് വിശദാംശങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നത്. സൂരജ്, ഇന്നലെ പറഞ്ഞു തീർത്തതാണ് ഈ പ്രശ്നം. അതിനുശേഷം അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ ഒരു പുതിയ FB പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിർത്തിയെടുത്ത് വെച്ച് തന്നെ B ഗോപാലകൃഷ്ണൻ വീണ്ടും തുടങ്ങുകയാണോ? വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ കരുതേണ്ടി വരും. കാരണം ഇന്നലെ ഇതെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. ശ്രീമതി ടീച്ചറും B ഗോപാലകൃഷ്ണനും ഒന്നിച്ച് വാർത്താ സമ്മേളനം നടത്തുന്നു. അവിടെ വെച്ച് PK ശ്രീമതി കാര്യങ്ങൾ വിശദീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ഗോപാലകൃഷ്ണനും കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ഈ ചാനൽ ചർച്ചയിലെ പരാമർശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ വെച്ച് തന്നെ B ഗോപാലകൃഷ്ണൻ ഖേദം പ്രകടിപ്പിക്കുകയായിരുന്നു. പക്ഷേ വിജയകുമാർ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിൽ പിന്നീട് B ഗോപാലകൃഷ്ണനെതിരെ വലിയ ഈ സൈബർ ആക്രമണം ഉണ്ടായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ വിഷയം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു ഫേസ്ബുക്കിൽ വിശദീകരണവുമായി ഗോപാലകൃഷ്ണൻ എത്തിയിരിക്കുന്നത്. അതിൽ പറയുന്നത് താൻ ഖേദം പ്രകടിപ്പിച്ചത് ഔദാര്യമാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇതൊരു മാതൃകയായിക്കോട്ടെ, രാഷ്ട്രീയ കേരളത്തിന് മാതൃകയായിക്കോട്ടെ എന്നുള്ളത് കൊണ്ടാണ് താൻ ഈ ഖേദപ്രകടനം നടത്തിയത്. ഈ കേസ് നിലനിൽക്കില്ല എന്നുള്ളത് PK ശ്രീമതിക്ക് തന്നെ അറിയാമായിരുന്നു. PK ശ്രീമതിയുടെ അഭിഭാഷകൻ ഇതേക്കുറിച്ച് പറയുകയും ചെയ്തു. അന്തരിച്ച MLA PT തോമസ് നേരത്തെ ഉന്നയിച്ച ആരോപണം താൻ ഒരു ചാനലിൽ പറയുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് തനിക്കെതിരായ ഒരു ആരോപണമായി നിലനിൽക്കില്ല എന്നുള്ളതായിരുന്നു ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ എന്നാൽ പോലും PK ശ്രീമതിക്ക് അത് വലിയ രീതിയിൽ അവമതിപ്പുണ്ടായി എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ബന്ധുക്കൾ PK ശ്രീമതിയോട് ഇത് പറഞ്ഞ് കളിയാക്കി, അങ്ങനെ PK ശ്രീമതി കരഞ്ഞു എന്നൊക്കെ അറിഞ്ഞപ്പോൾ സങ്കടം തോന്നി. ഒരു രാഷ്ട്രീയ മാതൃക എന്ന നിലയിലാണ് ഖേദപ്രകടനം നടത്തിയത് എന്നുള്ള വിശദീകരണമാണ് ഗോപാലകൃഷ്ണൻ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ച വിഷയം വീണ്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വീണ്ടും ചർച്ചയാക്കുകയാണ് ഗോപാലകൃഷ്ണൻ. ഈ സ്വാഭാവികമായും PK ശ്രീമതിയുടെ ഒരു പ്രതികരണത്തിനൊക്കെ സാധ്യതയുമുണ്ട് വിജയകുമാർ.